ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമുക്ക് പുതിയൊരു റെസിപ്പി നോക്കിയാലോ. ഒരു സവോളയും ഒരു തക്കാളിയും മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കൂട്ടാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനൊരു സവോളയും അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ കടുകിൻ്റെ ആവശ്യമില്ല, പകരം ഞാൻ ഉലുവയാണ് ചേർക്കുന്നത്. കടുക് ചേർക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉലുവ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് സവോള ചേർക്കാവുന്നതാണ്. സവോള ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. സവോള ബ്രൗൺ കളറായിട്ട് വരണം. ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇടുന്നുള്ളൂ. ഇപ്പോൾ സവോള മൂപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. നമുക്ക് സവോള ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ബ്രൗൺ കളറായി വരണം. ഇവിടെ സവോള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ തക്കാളി അരിയാം കേട്ടോ. ഇടയ്ക്ക് മൂടി തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഞാനൊന്ന് കത്ത് പിടിക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പുളി ചേർക്കണം. അതിനായിട്ട് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. പുളി ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്തി കുറച്ച് നേരം വെച്ച ശേഷമാണ് ഒഴിക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള പുളി ചേർത്താൽ മതി. ഞാൻ തക്കാളി കുറച്ച് വലുതായിട്ട് അരിഞ്ഞ് അതുകൊണ്ട് ഒന്നുകൂടി കയ്യിൽ കൊണ്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചോറിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണമെന്നില്ല, ഇത് മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.